ഫവാസ്, ഇത്രയും ദിവസം ധവളപത്രത്തിന്റെ പേരിൽ നിയമസഭയിൽ വാക്കൗട്ട് വരെ നടത്തിയ നമ്മുടെ പിണറായി വിജയനോട് ധവളപത്രം വെറും ഉമ്മാക്കിയല്ല, നിങ്ങൾക്ക് നേരെ തുറന്നു വെച്ചിരിക്കുന്ന കണ്ണാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പിന്നെ വി ഡി സതീശന്റെ ഒരു മാസ് പ്രതികരണമുണ്ട്. ഉം. അതായത് ഇത്രയും നാള് സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു, നമ്മളുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ നേർചിത്രം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ധവളപത്രം കൃത്യമായ ധാരണകളോട് മുന്നോട്ട് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഈ കണ്ണാടി നോക്കൂ എന്ന്, അതായത് പിണറായി വിജയനോട് കണ്ണാടി നോക്കാനായിട്ടാണ് വി ഡി സതീശൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ടെന്നായിരുന്നു പിണറായി വിജയന്റെ എതിർ ഡയലോഗുകൾ വന്നുകൊണ്ടിരുന്നത്. അതിന്റെ പേരിൽ, ധവളപത്രത്തിന്റെ പേരിൽ മാത്രം ജനകീയ കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാനുള്ള തന്ത്രമാണ് ധവളപത്രം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നതെന്നായിരുന്നു. പക്ഷേ ധവളപത്രം പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ജനകീയം എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇത്രയും നാൾ ഏത് രീതിയിലാണ് നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരുന്നത്, ഏത് രീതിയിലാണ് ഇവര് വന്നുകൊണ്ടിരുന്ന. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എത്രയാ ഇവിടെ ബാക്കി വെച്ചിറങ്ങിയ ഈ ഖജനാവ് കാലിയല്ല, പൂച്ചപ്പെറ്റ് കിടക്കുകയല്ല, ഇത്രയും കോടി ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്ന് 2000 കോടിയിലധികം ഉം. പറയുന്ന ഈ സ്ഥലത്ത് 28,000 കോടിയിലധികം ഇപ്പൊ അടക്കേണ്ട DA മാത്രം വരുന്നുണ്ട്. അതായത് 5 ലക്ഷത്തിലധികം, 5.7 ലക്ഷം രൂപയുടെ അടുത്താണ് സംസ്ഥാനത്തിന്റെ കടം മാത്രം നിൽക്കുന്നത് ഇപ്പോൾ. ഉം. അപ്പോൾ പുതിയ സർക്കാർ ഈ പറയുന്ന ഈ 2000 കോടിയും കണ്ടിട്ട് ചെന്ന് കയറി കൊടുത്ത ഈ വി ഡി സർക്കാർ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞത് തന്നെ വലിയ മാന്യതയായിട്ട് വേണം തോന്നാനായിട്ട്. ഈ പറഞ്ഞ പോലെ പൂച്ച വെട്ടി കിടക്കാന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ മാന്യതയാണ്. ശരിക്ക് വേറെ വല്ല ആൾക്കാരാണെങ്കിൽ അതിനപ്പുറത്തോട്ട് വല്ലതും പറഞ്ഞേനെ. ശരിക്കും അങ്ങനത്തെ ഒരു നിലവിലെ അവസ്ഥ. അപ്പം നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വികസന ഡെവലപ്മെന്റ് കാര്യത്തിന് ഏറ്റവും കുറച്ച് ഫണ്ട് ഉപയോഗിക്കുന്ന രാജ്യം, സംസ്ഥാനം എന്ന് പറയുന്നത് നിലവിൽ കേരളമാണ്. പിന്നെ പോരാത്തിന് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും കേരളത്തിൽ കടക്കാര. കേരളത്തിലെ മൊത്തം കടബാധ്യത എന്ന് പറയുന്നത് 5.7 ലക്ഷമാണ്. പിന്നെ അത് മാത്രമല്ല, പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ അതിന് പുറത്തു വിട്ടിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ വരുമാനത്തിന്റെ ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനത്തിന്റെ മൊത്തം 77.6, അതായത് നമുക്ക് 78, അത് 77.6 എന്നുള്ളത് 0.5 മുകളിലായതുകൊണ്ട് നമുക്കത് 8 റൗണ്ട് ചെയ്യാം. അതെ. 78%, അതായത് വരുന്ന വരുമാനത്തിന്റെ 78% രൂപയും നമ്മൾ പോകുന്നത് പെൻഷനും പലിശ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ കിട്ടി, ആ 100 രൂപയിൽ 78 രൂപയും പിന്നെ പെൻഷൻ കൊടുക്കാനും ബാങ്കിലത്തെ പലിശ തിരിച്ചടക്കാനുള്ളതും ഇതുവരെ എടുത്തതിന് പലിശ കൊടുക്കാനുള്ളതിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി ആകെ വരുന്ന കുറച്ച് എമൗണ്ട്, ഒരു 22 രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. ബാക്കി ഈ 100-ൽ 78 പോകുന്ന സമ്പ്രദായമുള്ളത്. അപ്പോൾ എത്രത്തോളം വൻ ദുരന്തത്തിലാണ് നിലവിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, അദ്ദേഹം തുറന്നു കാട്ടി മറ്റൊരു സംഭവമുണ്ട്. കേരളത്തിൽ ഈ വകുപ്പുകളിൽ ഏറ്റവും പുറകോട്ട് നിൽക്കുന്ന വകുപ്പ് ഒന്ന് ഗണേഷിന്റെ വകുപ്പ് തന്നെയാണ്. പിന്നെ ഒന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ, മറ്റൊന്ന് വൈദ്യുതി വകുപ്പുമാണ്. ഇവർ രണ്ടും വൻ ദുരന്തമാണ് എന്നുള്ളതാണ് അദ്ദേഹം തുറന്നു കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ പോലെ UDFന്റെ സൗജന്യ ബസ് യാത്ര. അപ്പം അറിയില്ല, ഇത് UDF ഇത് വലിയൊരു ഉത്തരവാദിത്തം എടുത്ത് തലയിൽ വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് വി ഡി സതീശനായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സൗജന്യ ബസ് യാത്ര കൊടുക്കില്ലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഖ്യാപനമാണ്, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട്. ഒരു പക്ഷെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ഇത്ര വലിയൊരു കടബാധ്യത കേരളത്തിന്റെ തലയിലുണ്ട് എന്നുള്ളത്. എന്തായാലും ഇത് വലിയൊരു വെല്ലുവിളിയാണ് വി ഡി സതീശന്. പിന്നെ അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായതുകൊണ്ട് ഇതിനെങ്ങനെ മറികടക്കും എന്നുള്ളത് കൂടി അത് കാത്തിരുന്നറിയണം. സംസ്ഥാനത്തിന്റെ ഒരു വരുമാനമായിട്ട് കണക്കാക്കി നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ദേശീയ ശരാശരിയേക്കാളും കൂടുതലാണ് നമുക്കുള്ള ഒരു കണക്ക് വരുന്നത്. പലിശയ്ക്കായിട്ട് മാത്രമാണ് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരുന്നത് പലിശ ഇനത്തിൽ മാത്രമാണ്. കിഫ്ബിക്കൊക്കെ വന്നു കിടക്കുന്ന കണക്കുകൾ വന്നു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും നമ്മൾ. അത്രയ്ക്കാണ് വന്നു കിടക്കുന്നത്. ശമ്പളം, പെൻഷൻ, പലിശ, സ്ഥിരമായിട്ട് ഉള്ള ചെലവുകൾ, വരുമാനത്തിന്റെ വലിയ ഭാഗവും ഇതിൽ തന്നെ പോകും. പിന്നെ വരുന്നത് വികസന പദ്ധതികൾക്കായിട്ട്. അപ്പൊ പിന്നെ ഇത്രയും അടച്ചു പോയി കഴിയുമ്പോൾ പിന്നെ എന്ത് വികസനമാണ് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു 10 വർഷ കാലയളവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വികസനത്തിനായിട്ട് ഇപ്പൊ ഫവാസ് പറഞ്ഞതുപോലെ തീരെ കുറവ് എമൗണ്ട് മാത്രമാണ് ചെലവാക്കിയിട്ടുള്ളത്. വികസനം എന്ന് പറയുന്ന പേര് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പൊതുമരാമത്തിനൊക്കെ റീൽസ് എടുക്കണ കാശ് പോലും വികസനത്തിന് വേണ്ടിയിട്ട് ആയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. റോഡ്, പാലം, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കേരളം ചെലവഴിക്കുന്നത് ദേശീയ ശരാശരികളൊക്കെ തീരെ കുറവ്. അതായത് തുലവും തുച്ഛം എമൗണ്ട് മാത്രമാണ് ഈ വികസനം എന്ന് പറഞ്ഞിട്ട്. ഇവരുടെ ഫ്ലെക്സ് ബോർഡുകൾക്ക് അപ്പുറത്തേക്ക് ഇവർക്ക് വികസനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോഴും പേടിപ്പിക്കേണ്ട, ഉമ്മാക്കി ജനകീയ കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞെങ്കിലും ഇതിലും വലിയ എന്ത് ജനകീയതയാണ് മുന്നോട്ട് വെക്കാനായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ കിഫ്ബിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 56,000 കോടി രൂപയുടെ ബാധ്യതയാണ് കിഫ്ബി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും സംസ്ഥാന സർക്കാരിന് ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഇപ്പം UDF വന്നതിന് ശേഷം ഇപ്പോൾ ഇവർ പറയുന്നത് കിഫ്ബി നിലവിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ബഡ്ജറ്റിന്റെ കാര്യമല്ല. കിഫ്ബിക്ക് പ്രത്യേകിച്ച് ഫണ്ട് അലോക്കേഷൻ ഉണ്ട് ബഡ്ജറ്റ് കൂടാതെ.
അപ്പോൾ ഇതിനെ ബഡ്ജറ്റിലായിട്ട് ലയിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പം സതീശൻ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കിഫ്ബിയുടെ ഫണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 ജില്ലകൾക്കാണ് ഏറ്റവും കൂടുതൽ 100% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ജില്ലകൾക്കാണ് ഈ കിഫ്ബിയുടെ മൊത്തം തുകയുടെ 50% പോയിട്ടുള്ളത്. അതിലൊന്ന് കണ്ണൂരാണ്. കണ്ണൂരിന് പോയിട്ടുള്ളത് 20% തുക കണ്ണൂരിനാണ് കിഫ്ബിയുടെ. പിന്നെ പോരാത്തതിന് എറണാകുളത്തിന് 15%, തിരുവനന്തപുരത്തിന് 17%. ബാക്കി ജില്ലകളെ മൊത്തം അവഹേളിച്ച് അല്ലെങ്കിൽ അവരൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലകൾക്കും, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ഒരുപാട് ട്രൈബൽസ് ഉള്ളതാണ്, വയനാട് അവിടെ ഒരുപാടുള്ളതാണ്, പിന്നെ ഏറ്റവും പുറകിൽ കിടക്കുന്ന കാസർഗോഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ജില്ലകൾ. അപ്പം അത്തരത്തിൽ ആ ജില്ലകൾക്കൊന്നും യാതൊരുവിധ പ്രയോറിറ്റിയും കൊടുക്കാണ്ട് ബാക്കി പിണറായി വിജയന്റെ നാട് നിൽക്കുന്ന ഒരു ജില്ലക്കും, എറണാകുളം മെട്രോ പോലത്തെ ഒരു 3 ടയർ സിറ്റി ആയിട്ടുള്ള പിന്നെ എറണാകുളത്തിനും, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു 3 ടയർ സിസ്റ്റാണ് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം. ഇത് ഓൾറെഡി ഡെവലപ്ഡ് ആയ ജില്ലകൾക്ക് മാത്രം ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നു. പിന്നെ അത് കൂടാതെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് തന്റെ ജില്ലക്ക് മാത്രം. അപ്പൊ ബാക്കി ജില്ലകളൊന്നും ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ ഭാഗമല്ലേ എന്നുള്ളൊരു ചോദ്യം കണ്ണൂര് തന്റെ ജില്ലയ്ക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്ന വികസനം എന്താണെന്നുള്ള ചോദ്യം. അവിടെ ഈ പറയുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. എവിടെ കണ്ണൂരിൽ എന്താണുള്ളത്? അവിടെ കണ്ണൂരിൽ ഒന്നുമില്ല. ശരിക്കും കണ്ണൂരുകാർക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ ചെയ്തു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വികസനം കണ്ണൂർ കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പബ്ലിക് ടോയ്ലറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഒരു ഓഡിറ്റോറിയം എന്തോ കാര്യം, കൺവെൻഷൻ സെന്റർ പോലെ എന്തോ തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ മറ്റെന്ത് വികസനമാണ് കണ്ണൂരിൽ ഉണ്ടായിരിക്കണേ എന്നുള്ളത് കണ്ണൂരുകാർക്ക് കണ്ണിന് കാണാൻ പറ്റുന്നില്ല. ഈ പറയുന്ന പോലെ ഒരു 10 വർഷക്കാലം പിണറായി വിജയന്റെ പൂട്ടിയിട്ടിരിക്കുന്ന വീടിന്, ആ തറവാടിന് വീടിന് കാവൽ നിന്ന 10ഓളം പോലീസുകാർ, അവർ കിടന്നുറങ്ങിയിരുന്നതും ജീപ്പിനുള്ളിലാണ്. അല്ലെങ്കിൽ അവർക്ക് പോകാനായിട്ട് ത്രിവേണിയുടെ അപ്പുറത്തെ സപ്ലൈകോയിൽ പോയിട്ടായിരുന്നു, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടായിരുന്നു ഒരു ബാത്റൂമിൽ പോലും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശൗചാലയം പോലും പണിത് കൊടുക്കാൻ പറ്റാത്ത പിണറായി വിജയൻ കണ്ണൂരിന് വേണ്ടിയിട്ട് കോടികൾ കൊണ്ടേ കൊടുത്തു അല്ലെങ്കിൽ വികസനം ഉണ്ടാക്കി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്തായാലും ഫവാസ് പറഞ്ഞതുപോലെ കുറച്ച് 2-3 ജില്ലകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2-3 ജില്ലകൾ മാത്രമാണോ, അവർ മാത്രമാണോ ഈ LDF സർക്കാരിനെ ആ സമയത്ത് ജയിപ്പിച്ചു വിട്ടതെന്നുള്ളതും അറിയില്ല. എന്തായാലും ഒരുപാട് ഈ കടബാധ്യതകൾ നോക്കുമ്പോൾ ഇനി വരുന്ന സർക്കാർ, ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇലക്ഷൻ അടുക്കണത് സംബന്ധിച്ചിട്ടാണല്ലോ പെട്ടെന്ന് പെൻഷൻ വർധനവുണ്ടാക്കിയത്. ഇത് UDF സർക്കാരിന് കൊടുത്തൊരു പണിയായിട്ട് അന്ന് തന്നെ തോന്നിയത്. അതായത് എന്തായാലും ജയിക്കത്തില്ല, അപ്പോൾ ഈ മാസത്തെ എന്തായാലും കയ്യിലിരിക്കുന്ന എടുത്തിട്ട് അങ്ങ് കൊടുത്തു, അടുത്ത മാസം പോലെ അവന്മാർ കൊടുത്തോളൂല്ലോ, എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നത് കാണണം എന്നുള്ളൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ചെയ്തതുപോലെ വേണം തോന്നാനായിട്ട്. ഇവിടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ല എന്നവർ പറയുന്നുണ്ട്. പക്ഷെ 2026-27 കേരളം പ്രതീക്ഷിച്ച കേന്ദ്ര വിഹിതത്തെക്കാൾ ഏകദേശം 20,500 കോടി രൂപ കുറവാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് ഫ്ലഡിന്റെ സമയത്തൊക്കെ കേന്ദ്രം കൊടുത്ത തുക ചിലവഴിക്കാത്തത് കൊണ്ട് തിരിച്ചെടുക്കേണ്ട വന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ അത്തരത്തിൽ കാണിച്ചതുകൊണ്ട് തന്നെയാണല്ലോ തിരിച്ചെടുക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഈ ഉച്ചക്കഞ്ഞിയുടെ കാര്യത്തിലാണെങ്കിലും, ഓരോ സാലറിയുടെ കാര്യത്തിലാണെങ്കിലും, ആശാവർക്കർമാരുടെ വരുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും, കുട്ടികൾക്ക് സ്കൂൾ ഭക്ഷണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കാണെങ്കിലും കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലും വലിയൊരു തുക ഇവരെന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവർ സംസ്ഥാന സർക്കാർ ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ ദേശീയപാതകളൊക്കെ ഇടിഞ്ഞു വീഴുമ്പോൾ അത് കേന്ദ്രത്തിന്റെയാണ്, അല്ലെങ്കിൽ റെയിൽ മന്ത്രിയുടെ സ്വന്തം പരിപാടിയാണ്. അപ്പൊ അത്തരത്തില് കളിച്ചുകൊണ്ടിരുന്ന ഒരു 10 വർഷത്തെ കളികൾ ഈ ധവളപത്രത്തില് കണ്ണാടി പോലെ തന്നെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ആ കണ്ണാടിയിൽ ഒന്ന് ധൈര്യത്തോടെ മുഖം നോക്കാനുള്ള ധൈര്യം ഒരിക്കലും പിണറായി വിജയൻ ഉണ്ടാവില്ല. അത് ഉമ്മാക്കിയാണ് എടുത്തുകൊണ്ട് പോകാനേ പറയുള്ളൂ മനുഷ്യൻ. നോക്കിക്കഴിഞ്ഞാൽ കണക്കുകൾ നിരത്തി ഉത്തരം കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ ഉത്തരം കൊടുക്കാനായിട്ട് PR എഴുതി കൊടുത്ത കുറിപ്പും കൊണ്ട് എന്തായാലും ചെന്നിരിക്കാൻ പറ്റത്തില്ല അവിടെ. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ സർക്കാർ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ അവരുടെ മുന്നിലേക്ക് വരുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് അവർ തീർക്കേണ്ടത്, അതായത് നമുക്ക് വേണ്ടി വികസനം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് അവർക്ക് വരുന്ന ആദ്യത്തെ ചലഞ്ച് വരുന്നത് അവർക്ക് തീർക്കാനുള്ള, പുതിയ സർക്കാർ ആദ്യം തീർക്കേണ്ട കുറെ കുടിശ്ശികകൾ കിടക്കുന്നുണ്ട്. അതിൽ DA കുടിശ്ശിക ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് മാത്രം 21,670 കോടി രൂപയാണ്. സർക്കാരിന്റെ ബാക്കി വെച്ചിട്ട് പോയത് ഇത്രയാണെന്ന് വലിയ വാചകത്തിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ. 5,000 കോടിയോ 2,000 കോടിയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ജീവനക്കാർക്ക് DA മാത്രം കൊടുക്കാൻ കിടക്കുന്ന 21,000 കോടിക്ക് മുകളിലാണ്. DR കുടിശ്ശിക പെൻഷൻകാർക്ക് കൊടുക്കാനുള്ളത് 14,387 കോടി രൂപ. പിന്നെ വരുന്നത് സപ്ലൈകോ കുടിശ്ശിക, ഈ ധവളപത്രത്തിന്റെ കണക്കനുസരിച്ചിട്ടാണ്. സപ്ലൈകോയുടെ കുടിശ്ശിക വരുന്നത് 2,893 കോടി രൂപ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരിക്കുന്നത് മാത്രം കൊടുത്തു തീർക്കാനുള്ളത് 2,017 കോടി രൂപ. SC/ST സ്കോളർഷിപ്പ് കുടിശ്ശിക 377 കോടി രൂപ. ഇത്രയും കൊടുത്തു തീർക്കണം. അതായത് ആകെ കുടിശ്ശിക നോക്കുമ്പോൾ 48,733 കോടി രൂപ ഇപ്പോൾ ഇവർ തിരിച്ചു കൊടുക്കണം.
അതായത് 2026-27 തന്നെ തിരിച്ചടയ്ക്കേണ്ട അധിക ബാധ്യത മാത്രം വരുന്നത് 21,690 കോടി രൂപയാണ്. അപ്പോൾ ഈ ധവളപത്രം ശരിക്കും കണ്ണാടി അല്ലാതെ വേറെ എന്താണ് ഫവാസെ? മാത്രമല്ല ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പറയുന്നുണ്ടെങ്കിലും മറുവശത്ത് ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ ഇപ്പം വയനാട്ടിലെ ഫണ്ട് പോലും ലോണായിട്ടാണ് കൊടുത്തത്. അതിപ്പോൾ അവസാനം ഈ പറഞ്ഞ പോലെ വി ഡി സതീശന് സമ്മതിച്ചിട്ടുണ്ട്. കാരണം ലോൺ നമ്മൾ ആലോചിച്ച് നോക്കും, ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ട് വയനാട്ടിലോട്ട് കൊടുത്ത ഫണ്ട് വരെ ലോണായിരുന്നു. അത് തിരിച്ചടക്കണം സംസ്ഥാന സർക്കാർ. ഇത്തരത്തിൽ എങ്ങനെയൊക്കെ ഒരു സംസ്ഥാനത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റും ആ ഭാഗത്ത് നിന്ന് ഒരു പരിധി വരെ പിണറായി വിജയൻ പറഞ്ഞതിലൂടെ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് വലിയവിധ സപ്പോർട്ടൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനായാലും കോൺഗ്രസിന്റെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഈ സാധനം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിനായാലും തമിഴ്നാട്ടിനായാലും ആന്ധ്രക്കൊഴികെ ബാക്കി എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, വയനാട് അടക്കമുള്ളതിൽ ലോണായിട്ടാണ് കൊടുത്തത്. അപ്പോൾ തിരിച്ചടക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം, വലിയ കടമ ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിന്റെ തലയിലുണ്ട്. അപ്പോൾ ഇനി അതും കൂടി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വയനാട് ദുരന്തത്തെ എടുത്ത് വെക്കുമ്പോൾ മാനുഷിക പരിഗണന വെച്ചിട്ട് നമുക്കതിനെ ഓക്കെ പറയാം. പക്ഷെ വയനാട് ദുരന്തത്തിൽ കൊടുത്ത ലോൺ കുടിശ്ശിക മാത്രമാണ് ഈ വന്നിരിക്കുന്ന 48,000 കോടിയിലധികം രൂപ വരുന്നത്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ, ഇപ്പൊ ഇത്രയും മുണ്ട് മുറുക്കി കൊടുത്തോളം പറഞ്ഞ സമയത്തും PR വർക്കിനും ബാക്കി കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കോടികൾ ചെലവാക്കിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഈ ഒരു ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള ആ 2 മാസം തന്നെ ചെലവാക്കിയിട്ടുള്ള എത്ര കോടിയാണ്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തുനിന്ന് തന്നെ വരുന്ന കാശല്ലേ. ഈ 48,000 കോടി രൂപയും ഇപ്പൊ അടക്കാനുള്ള 5.7 ലക്ഷം കോടി രൂപയും വരുന്നത് ഈ പറയുന്ന പോലെ ഈ വയനാട് ദുരന്തത്തിൽ ലോൺ കൊടുത്ത കാശ് മാത്രമല്ലല്ലോ, തിരിച്ചു കൊടുക്കാനുള്ള ഒരുപാട് തുക വേറെയില്ലേ. അപ്പോൾ 10 വർഷത്തെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് ശരിക്കും സംഭവിച്ചിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പുണ്ടായിരുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്, അദ്ദേഹം ഒരു തനി ഈ പറഞ്ഞ പോലെ സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ ഞാൻ പറയാറില്ലേ, ഒന്നാം പിണറായി സർക്കാരിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അവർ ഫ്രഷേഴ്സ് ആയിരിക്കാം, പക്ഷെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരായിരുന്നു. ഇതിപ്പോൾ ആരോഗ്യമന്ത്രി ആണെങ്കിൽ പോലും ധനവകുപ്പ് മന്ത്രി ആണെങ്കിൽ പോലും നന്നായിട്ട് കൈകാര്യം ചെയ്യും. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ അവരെ കൊണ്ട് അത്രയ്ക്ക് അത് കൂട്ടിയാൽ കൂടിയിട്ടില്ല എന്നുള്ളതും. അപ്പം രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള. ഇനി ഇത് മാത്രമല്ല, ഈ കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ KSRTC CPM ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, ഇത് നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളത്. ഇപ്പൊ ഇന്നടക്കം ധനകാര്യ വകുപ്പ് മന്ത്രി പിന്നെ VD സതീശന് ശേഷം വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, ഇത് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് കാണണം എന്നുള്ളത്. കാരണം സത്യമാണത്. ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സതീശൻ പറയണം ഫണ്ട് ഇല്ല എന്നുള്ളത്, ഫണ്ടില്ലെങ്കിൽ സാധനം നടക്കൂല. അല്ലെങ്കിൽ പിന്നെ സതീശൻ പറയണം ഫണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പം എന്തായാലും പെട്ടെന്ന് എന്തായാലും ഈ ഫണ്ട് ഉണ്ടാക്കാൻ നടക്കൂലല്ലോ. പിന്നെ അത് രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ കേരയിൽ മാറ്റി പകരം അതിവേഗ റെയിൽ വരുന്നുണ്ട്, മെട്രോമാൻ്റെ ഈ ശ്രീധരൻ്റെ. അത് എങ്ങനെയാക്കും എന്നുള്ളത്. അതിന് ഈ പറഞ്ഞ പോലെ ഏകദേശം 60 ലക്ഷം കോടിയോ എത്രയും പറയുന്നുണ്ട്, 60,000 കോടിയോ എത്രയും പറയുന്നുണ്ട്. അതും വലിയൊരു കടമ്പയാണ്. അപ്പം ഇതൊക്കെ ഇനി എങ്ങനെ നടപ്പിലാക്കും എന്നുള്ള വലിയൊരു ചോദ്യം സതീശന് മുമ്പിൽ വെച്ചിട്ടാണ് എന്തായാലും ഇന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനം പിന്നെ അവസാനിച്ചത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യം, ഇതിപ്പോൾ പുറത്ത് വന്നിട്ടേ ഉള്ളൂ, അവർക്ക് ഇത് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടിയിട്ടില്ല. ഇത് പഠിച്ചതിന് ശേഷം ബാക്കി ചോദ്യങ്ങളുമായിട്ട് എന്തായാലും അവർ രംഗത്ത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്.